ഞാൻ ചിലപ്പോൾ തിന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇടാ സന്തോഷ് പണ്ഡിറ്റൊക്കെ എന്റെ പേഷ്യന്റ് ആട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ആ സത്യം മനസ്സിലാക്കണം. സന്തോഷ് പണ്ഡിറ്റ് പോലൊരു കഥാപാത്രം ഉണ്ടായില്ലേ, നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അയാളെ. അതിൽ ഇത്രയും അശ്ലീലം കേട്ടോ, അല്ല അങ്ങനെ ഒരു ഇത്രയും ഈ രീതിയിലുള്ള ആളാണ്. പിന്നെ അയാൾക്ക് ചില എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ഒരു മാനസികമായിട്ടുള്ള എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാളായിട്ടൊക്കെയാണ് ഞാൻ അയാളെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇയാളുടെ തന്തേന്റെ അടുത്ത് ഈ ചില കഴുപ്പണം കൊട്ടന്മാർക്ക് ഒരു സ്വഭാവമുണ്ട്, തന്തയ്ക്ക് വിളി കേട്ടില്ലെങ്കിൽ ഇവനൊക്കെ സമാധാനം വരത്തില്ല. അങ്ങനത്തെ ഒരു നാറിയുടെ ഒരു വർത്തമാനമാണ് ഞാൻ റീസെന്റ് കേൾക്കാനിടയായത്. നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു, ബോച്ചെ ഹണി റോസ് സംബന്ധമായ ഒരു ചർച്ചയാണ്. അതിന്റെ ഇടയിൽ ഒരു കഴുപ്പണം കെട്ടവൻ ഉണ്ണി ബാലകൃഷ്ണൻ ലവനാണ് ഈ നാറി വർത്തമാനം പറഞ്ഞിട്ടുള്ളത്. സന്തോഷ് പണ്ഡിറ്റിന് മാനസിക രോഗമെന്ന് ഈ നാറി അതിന്റെ അകത്തിരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞിട്ട് ഇവന് എന്തിന്റെ കേടാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അതിന് നല്ല ഒന്നാം തരം റിപ്ലൈ തന്തയ്ക്ക് വിളിയോട് തന്നെ നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ തന്തയ്ക്ക് വിളി ചോദിച്ചു വാങ്ങി. താടാ എന്റെ തന്തയ്ക്ക് വിളിയടാ എന്ന് പറഞ്ഞ് ചില കഴുപ്പണം കെട്ടാന്മാരെന്ന് ചോദിച്ചങ്ങ് വാങ്ങും. അമ്മാതിരി ഒരു തന്തയ്ക്ക് വിളിയാണ് നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ വാങ്ങിയിട്ടുള്ളത്. എന്തിന്റെ കേടാണ്? എല്ലാ ചാനലിൽ നിന്ന് അവന് പിരിച്ച് വിട്ട് അവസാനം റിപ്പോർട്ടർ ചാനലിൽ വന്നത് കൊണയടി തുടങ്ങി. ബോച്ചെ ഹണി റോസ് സംബന്ധമായ വിഷയം സംസാരിക്കുന്നപ്പം നിനക്ക് തിന്നിട്ട് ഏതെല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടാണ് നീ ഇമാതിരി വർത്തമാനം അവിടെ ഇരുന്ന് പറഞ്ഞതെന്ന് എനിക്കറിയാൻ പാടില്ല. നിന്നെയൊക്കെ പ്രായത്തിന്റെ ഇത് വെച്ചിട്ട് അണ്ണ സാറെന്ന ചേട്ടാന്ന അപ്പുപ്പാന്ന പോലും വിളിക്കാൻ കൊള്ളത്തില്ല. ഉള്ളിന്റെ ഉള്ളിൽ നല്ല ഒന്നാം തരം കടിയും ഒന്നാം തരം വിഷമാണ് നിന്റെയൊക്കെ ഉള്ളിലുള്ളത്. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റൊക്കെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന് ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയ്ക്ക് എന്തെങ്കിലും 10 പൈസ ഉണ്ടാക്കി അത്യാവശ്യം ഫെയിം ഉണ്ടാക്കി ജനഹൃദയങ്ങളിൽ ഇടം നേടിയൊരു വ്യക്തി തന്നെയാണ്. ഒരുപാട് നെഗറ്റീവ് സ്വന്തമായി പടം ഇറക്കിയപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം പച്ചയ്ക്ക് തെറി വിളിച്ച് കൂട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ്. എന്നാൽ തെറി വിളിച്ച അതേ മനുഷ്യരെ കൊണ്ട് തന്നെ അതേ ആളുകളെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ച ഒരു വ്യക്തിയും കൂടിയാണ് സന്തോഷ് പണ്ഡിറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഉണ്ണിയണ്ണനെ പോലെയുള്ള ഉണ്ണിക്കണ്ണന്മാർക്ക് ഇരുന്നും കൊണ്ട് നല്ല ചൊറിയും അണ്ണന്മാരവിടെ ഇരുന്നും കൊണ്ട് ഇതുപോലെ എന്തെങ്കിലും അപരാധം പറഞ്ഞുണ്ടാക്കും. അവസാനം തന്തയ്ക്ക് വിളിയും കേട്ടുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും ഒരുത്തന്റെ തന്തയ്ക്ക് വിളി ഒരുത്തൻ വിളിക്കണ കണ്ടപ്പം എനിക്ക് അത്യാവശ്യം നല്ല സന്തോഷമായി. എന്തിനാ വെറുതെ തന്തയ്ക്ക് വിളി എരന്ന് വാങ്ങിച്ചല്ല, അതുകൊണ്ടായിരിക്കും സന്തോഷമായെന്ന് ഞാൻ പറഞ്ഞു. അല്ലാണ്ട് നിങ്ങളെ തന്തയ്ക്കാരെങ്കിലും ഒന്ന് വിളിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. ഇവിടെ ഒരു കാര്യമില്ലാതെയാണ് സന്തോഷ് പണ്ഡിറ്റിന് മാനസിക രോഗമാണെന്ന് നിങ്ങൾ ഇവിടെ പറയുന്നത്. എന്തായാലും നമ്മുടെ ഉണ്ണിയണ്ണം പറയുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ചോദ്യമുണ്ടായോ? ഒരു നിയമ നടപടി ഉണ്ടായോ? ലോട്ടറി ഒന്നും നിങ്ങൾക്ക് അങ്ങനെ നടത്താൻ പറ്റില്ലെന്നേ. പക്ഷേ ഇതൊരു ചാരിറ്റി പ്രവർത്തനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ രീതിയിൽ തന്റെ വ്യവസായത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ ഒറ്റയ്ക്ക് അയാളൊരു ബ്രാൻഡായിട്ട് അയാൾക്കെതിരെ വാർത്ത വന്നാലും ഒരു പരിധിക്കപ്പുറം അത് പോവില്ലായിരുന്നു എന്ന് മാത്രമല്ല, ഈ പ്രാഞ്ചിയേറ്റർ ആൻഡ് സയൻസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അതിനകത്ത് അദ്ദേഹം നടത്തുന്ന സ്വർണ്ണക്കടയ്ക്ക് ഒരു പരസ്യം എടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും, പുതിയ മോഡലുകളൊന്നും വേണ്ട, ഞാൻ തന്നെ മതി, ഞാൻ മോഡലായിട്ട് അങ്ങ് എടുക്കാം എന്ന് പറയും. ഈ രീതിയിൽ എന്തിനാന്നേ ബോബി ചെമ്മണ്ണൂരിന്റെ മറ്റൊരു മോഡൽ, ബോബി ചെമ്മണ്ണൂർ തന്നെ വലിയൊരു ഐക്കണ രാമേന്ദ്രന് ശേഷം നമ്മൾ കണ്ട ജ്വല്ലറി മോഡലാണ്. അപ്പൊ ആ അർത്ഥത്തിലൊക്കെ ബോബി ചെമ്മണ്ണൂർ മലയാളികളെ വലിയ രീതിയിൽ പറ്റിച്ചിട്ടുണ്ട്. അത് നമ്മൾ അങ്ങ് മനസ്സിലാക്കണം. സന്തോഷ് പണ്ഡിറ്റ് പോലൊരു കഥാപാത്രം ഉണ്ടായില്ലേ, നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അയാളെ. അതിൽ ഇത്രയും അശ്ലീലം കേട്ടോ, അല്ല അങ്ങനെ ഒരു ഇത്രയും ഈ രീതിയിലുള്ള ആളാണ്. പിന്നെ അയാൾക്ക് ചില എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ഒരു മാനസികമായിട്ടുള്ള എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാളായിട്ടൊക്കെയാണ് ഞാൻ അയാളെ മനസ്സിലാക്കിയിട്ടുള്ളത്. അയാളൊരു ഒരു അസഭ്യമോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത് വളരെ പെട്ടെന്ന് മലയാളി തിരിച്ചറിഞ്ഞു. പക്ഷേ ബോബി ചെമ്മണ്ണൂർ പിടികിട്ടിയിട്ടില്ല. അതാണ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഈ പണം ഉണ്ടല്ലോ, ഈ പണം എന്ന് പറയുന്ന പ്രശ്നത്തിനകത്ത് ഈ മലയാളിക്ക് അങ്ങ് കണ്ണുമഞ്ഞലിക്കും. അദ്ദേഹം വലിയ വണ്ടികൾ വാങ്ങിക്കും, എന്നിട്ട് ആ വണ്ടികൾ വാങ്ങിച്ചിട്ട് അതൊക്കെ സാധാരണക്കാർക്ക് ഇങ്ങനെ ഓടിക്കാൻ കൊടുക്കും. അതൊക്കെ വലിയ സംഭവമായിട്ട് ചിത്രീകരിക്കപ്പെടും. അതിനൊക്കെ വലിയ കയ്യടി ഉണ്ടാവും. എന്നിട്ട് ബോച്ചെ എന്ന് പറഞ്ഞിട്ട് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാകുക. ഈ ഫാൻസ് അസോസിയേഷനിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഈ ഏത് വേദനത്തിലാണെങ്കിൽ പോലും ആ രീതിയിൽ. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങൾക്കടക്കം വലിയ പങ്കുണ്ട്. നല്ല ഒന്നാം തരം അസൂയ, വേറെ ഒന്നുമല്ല. ബോച്ചെ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലുള്ള കണ്ണുകടിയാണ് ഈ വർത്തമാനത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി. ഇവിടെ ബോച്ച് ചെയ്തിട്ടുള്ള പരിപാടി ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. എന്റെ വീഡിയോസ് ചെക്ക് ചെയ്ത് തന്നെ ഞാൻ ഒരുപാട് വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അങ്ങനെ ചെയ്തിട്ടുള്ള ചാരിറ്റി റോൾസ് റോയ്സ് പോലത്തെ കാറുകളൊക്കെ എടുത്തിട്ട് വളരെ കുറഞ്ഞ റെന്റിങ് ചാർജിൽ ഓടിക്കാൻ കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അത്യാവശ്യം വണ്ടിപ്രാന്തന്മാർക്കും നല്ലൊരു ആശ്വാസമാണ്. നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് റോൾസ് റോയ്സിൽ കയറാനുള്ള ഒരു അവസരം കിട്ടത്തില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ റോൾസ് റോയ്സിൽ കയറണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ പിന്നെ വേറെ കുറേ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സാധനത്തിനെല്ലാം കൂടി കാച്ചി കൂട്ടിയാണ് ഉണ്ണിയണ്ണ ഇവിടെ കിടന്ന് മെഴുകുന്നത്. അണ്ണന് തിന്നിട്ട് ഏതെല്ലിൻ്റെ ഇടയിലാണ് കയറിയ. നിങ്ങളുടെയൊക്കെ പ്രശ്നം ഹണി റോസിനെ പറഞ്ഞതോ അല്ലെങ്കിൽ ഇങ്ങനെ ഡബിൾ മീനിങ് യൂസ് ചെയ്യുന്നതോ ഒന്നും അല്ല നിങ്ങളുടെയൊക്കെ പ്രശ്നം.
അങ്ങേർക്ക് ഇങ്ങനെ ഒരു അടി കിട്ടിയപ്പോൾ നല്ല ഒന്നാം തരം സന്തോഷം. അങ്ങേര് ഇവിടെ ചെയ്തുകൊണ്ട് നടന്നതും ജനഹൃദയങ്ങളുടെ ഇടം നേടി തന്നെയാണ് ബോച്ച് ചെയ്യുന്നത്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു നാടക പരിപാടി ചെയ്താൽ നമുക്കത് യോജിക്കാൻ പറ്റത്തില്ല. എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ബോച്ച് ചെയ്ത് കൂട്ടിയിട്ടുള്ള പരിപാടിയിലൊന്നും എനിക്ക് യോജിക്കാൻ പറ്റാത്തത്. നമ്മുടെ അണ്ണന്മാർക്ക് ചൊറിച്ചിൽ അതൊന്നും അല്ല. അണ്ണന് ചൊറിയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേര് ചെയ്യുന്ന ചാരിറ്റി, അങ്ങേർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നതും അങ്ങേരെ കയ്യിലുള്ള പൈസ, ഇതൊക്കെ കണ്ടിട്ടാണ് അണ്ണന് കുത്തിക്കഴപ്പുണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഇങ്ങനെയൊന്നും വന്നിരുന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു നാറി അസൂയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇതിന്റെ ഇടയിൽ ഒരു കാരണമില്ലാതെയാണ് അണ്ണൻ സന്തോഷ് പണ്ഡിറ്റിനെ വലിച്ചിട്ടത്. എന്തായാലും സന്തോഷ് പണ്ഡിറ്റ് ഇതിന് നല്ല ഒന്നാം തരം മറുപടി അടിച്ച് അണ്ണാക്കി കുറുക്കി കൊള്ളുന്ന സാധനം തന്നിട്ടുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു സമാധാനം. എന്തായാലും തന്തയ്ക്ക് മാത്രമല്ല, തന്തയുടെ തന്തയ്ക്കും കൂടി വിളിയും കൂടി കേട്ടും കൊണ്ടാണ് അണ്ണൻ പോയത്. മറ്റേ തസ്കര വീരനില് പറയുന്ന പോലെ നീ തന്തയ്ക്കുണ്ടായവനല്ലടാ, തന്തയുടെ തന്തയ്ക്കുണ്ടായവനെന്ന് പറയുന്നത് പോലെയാണ് അണ്ണൻ വിളി വാങ്ങി കൂട്ടിക്കൊണ്ട് പോയത്. എന്തായാലും അത് കേട്ടു നോക്കാം. നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റാണേ. ഇന്ന് ഞാൻ ലൈവിൽ വരുന്നത് ഒരു വ്യക്തിക്ക് ഒരു ചെറിയൊരു മറുപടി കൊടുക്കാനാണ്. അതായത് റിപ്പോർട്ടർ ലൈവ് എന്ന ചാനലിലെ ഒരു ജീവനക്കാരൻ, ഒരു ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പൊ ഇങ്ങേര് കഴിഞ്ഞ ദിവസം അവരുടെ ഒരു പരിപാടിക്കിടയിൽ, റിപ്പോർട്ടർ പരിപാടിക്കിടയിൽ നമ്മുടെ പേര് പരാമർശിച്ചുകൊണ്ട് ഒരു കാര്യം പറയുണ്ടായി. അപ്പൊ അതിനൊരു മറുപടി, അല്ലെങ്കിൽ എന്റെ ചില സംശയങ്ങൾ എനിക്കും തീർക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. വിഷയം ഈയിടെയായിട്ട് അവരുടെ ഈ പ്രോഗ്രാമിന് ലൈക്കും ഷെയറൊക്കെ കുറയുന്നു, റേറ്റിംഗ് ലേശം കുറയുന്നു. അവരാണെങ്കിൽ വേറെ മറ്റുള്ള ചാനലുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യുന്നു. വാട്ടവർ, അതൊക്കെ അവരുടെ ബിസിനസ്. അപ്പോൾ ഈയിടെയായിട്ട് അവർക്ക് റേറ്റിംഗ് കുറഞ്ഞപ്പോൾ അവരൊരു തന്ത്രം ഉപയോഗിക്കുകയാണ്. അതായത് അനാവശ്യമായി അവരുടെ ചർച്ചയ്ക്കിടയിൽ എന്റെ പേര് ഉപയോഗിക്കുകയാണ്. അതായത് അങ്ങനെ ഒരു ലൈക്കും ഷെയറിനും വേണ്ടിയിട്ടാണ് ഈ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന വ്യക്തി അങ്ങനെ ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മാനസിക നില അത്ര നല്ലതല്ല എന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും അദ്ദേഹം ഒരു ഡോക്ടറോ, ഞാനിപ്പോൾ മാനസിക നില കൂടിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഏതായാലും പോയിട്ടില്ല. വേറെ ആരെങ്കിലും കാര്യം പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എനിവേ, ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞത് തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് മാനസിക നില അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഒരു ഡോക്ടറെ അടുത്ത് സമീപിക്കും. ചിലപ്പോൾ ഞാൻ ഇയാളുടെ തന്തേന്റെ അടുത്ത് ഞാൻ ചിലപ്പോൾ ചെന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇടാ സന്തോഷ് പണ്ഡിറ്റൊക്കെ എന്റെ പേഷ്യന്റ് ആട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ആ സത്യം മനസ്സിലാക്കുന്നു. ഇദ്ദേഹം ജനങ്ങളോട് പറയുന്നു. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഇത് പഠിച്ച ആളോ ആവണമെന്നില്ല. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ അച്ഛൻ. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ തന്തയുടെ അടുത്ത് ഞാൻ ചെല്ലുന്നു, ചേട്ടാ എന്റെ മാനസികാരോഗ്യം മോശമാണെന്ന് പറയുന്നു. ഇദ്ദേഹം മകനോട് പറയുന്നു, ഈ മകൻ ഈ ഉണ്ണി ബാലകൃഷ്ണനോട് പറയുന്നു. ഒരുത്തന്റെ തന്തയ്ക്ക് വിളിക്കുന്നത് കേട്ടിട്ട് ആദ്യമായിട്ടാണ് ആയിരുന്നു ചിരിക്കുന്നത്. ഇതുപോലുള്ളമാർക്ക് വിളി കേൾക്കണം. ഇതൊക്കെ എഴന്ന് വാങ്ങുന്നതാണ്. ചോദിച്ച് എന്റെ തന്തയ്ക്ക് വിളിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു വാങ്ങുന്നതാണ്. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് നെഗറ്റീവിലൂടെ വളർന്നു വന്ന് ആ നെഗറ്റീവിനെല്ലാം പോസിറ്റീവ് ആക്കിയെടുത്ത ഒരു വ്യക്തിയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തും അങ്ങനെയൊക്കെയാണ് ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കിയത്. ഒരിക്കലും സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമ കണ്ടിട്ടല്ല ആൾക്കാർ കൈയടിച്ചത്. അങ്ങനെ ചെയ്ത നല്ല പ്രവൃത്തികൾ കണ്ടിട്ടാണ് ജനങ്ങൾ കൈ അടിച്ചിട്ടുള്ളത്. അല്ലാതെ സിനിമ കണ്ടിട്ടോ ആ സിനിമയിൽ അഡിക്റ്റ് ആയിട്ടോ പക്ക ഫാനായിട്ടോ ഒന്നുമല്ല ഒരു ജനങ്ങളും സന്തോഷ് പണ്ഡിറ്റിന് നേരെ കൈ അടിച്ചിട്ടുള്ളത്. കൈ അടിച്ചതും അങ്ങേരെ നല്ലത് പറഞ്ഞതും അങ്ങേര് ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ്. അതാണ് അങ്ങേരുടെ ക്വാളിറ്റി. ഈ മാനസിക രോഗം എന്ന് പറഞ്ഞ ആളുകൾക്കാണ് സത്യത്തിൽ മാനസിക രോഗത്തിന്റെ പീക്ക് ലെവലിൽ നിൽക്കുന്നത്. എന്തായാലും സന്തോഷ് പറയുന്ന ബാക്കിയായിട്ടോ മനസ്സിലാക്കുന്ന അദ്ദേഹം ഇപ്പോൾ പറയുന്നു, സന്തോഷ് പണ്ഡിറ്റ് മാനസിക നില അത്ര ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരണം എന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത്. നിങ്ങളിൽ വല്ല തെളിവ് നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തുനിന്നോ അച്ഛൻ്റെ അടുത്തുനിന്നോ ഒരു തെളിവുമായി തരണം, ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ ഇനിയിപ്പോ ഇദ്ദേഹം ഉദ്ദേശിച്ചത് വേറൊരു ആംഗിളിലൂടെ എടുക്കാം. ഇദ്ദേഹം ഉദ്ദേശിച്ചത് എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഞാൻ സിനിമയിൽ വന്ന കാലത്ത് എന്നെ കുറച്ച് പേര് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതാവാം ഇദ്ദേഹം ഉദ്ദേശിച്ചത്. എന്താണെന്നുള്ള ഇയാൾ കൃത്യമായിട്ട് പറഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ. ടേക്ക് ആൻ എക്സാമ്പിൾ, അദ്ദേഹത്തിന് ഞാനൊരു മനഃശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കാം. അദ്ദേഹം മരിച്ചുപോയി എന്ന് സങ്കല്പിക്കുക. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? കുറെ ആളുകൾ എന്നാലും നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ എന്ന് ഇയാളെ കുറിച്ച് പറയായിരിക്കും. കുറെ പേര് ഇപ്പൊ എന്തൊക്കെ ഇയാളെ കുറിച്ച് പറയാൻ സാധ്യതയുള്ളൂ, ആ നാളെ ചത്തത് നന്നായി എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെ ഉണ്ടാവാം. ഏറ്റവും ചുരുങ്ങിയ പക്ഷം മുമ്പ് കലാകൗമുദിയിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു, മുമ്പ് മാതൃഭൂമിയിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു, മുമ്പ് ഏഷ്യാനെറ്റിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്നെല്ലാം ഇദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കി, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? അത് ഇദ്ദേഹത്തിന്റെ മാനസിക നില മോശമായതുകൊണ്ടാണോ? എനിക്കറിയില്ല, അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്.
എല്ലാം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരാളെ പിടിച്ച് പുറത്താക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഒരാൾക്ക് ഒരിക്കലും ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ആവശ്യം ഒരാൾക്കും വരുന്നില്ല. അപ്പൊ എവിടെയാണ് കുഴപ്പം? ഇയാൾക്കാണോ കുഴപ്പം, അവർക്കാണോ കുഴപ്പം? ഇത് മറ്റേ സെറ്റപ്പാ. കിട്ടിയോ ഇല്ല, ചോദിച്ച് മേടിച്ചു. ആ സെറ്റപ്പാ എനിക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. എന്തായാലും ഉണ്ണി അണ്ണായി ചോദിച്ചും എരന്നെരന്ന് എന്നെ അടിച്ചിട്ട് പോടാ, എന്നെ കൊന്നിട്ട് പോടാ എന്ന് പറയുന്നത് പോലെ ചോദിച്ച് മേടിച്ചതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? വയസ്സാം കാലത്ത് വന്നിരുന്ന് കൊണയങ്ങ് അടിച്ച് വിടുക, ചുമ്മാ അങ്ങ് വിടുക. ബോച്ച കേസിൽ പിടിച്ച് ബോച്ച ചെയ്യുന്ന ചാരിറ്റിയിലൊക്കെ ഇവിടെ അങ്ങേരെ ചെയ്യുന്ന ചാരിറ്റിയിലൊന്നും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങേര് ചെയ്ത തെറ്റിൽ കുറ്റം പറ, അത് ചൂണ്ടിക്കാണിക്കും. അല്ലാണ്ട് ചാരിറ്റി ചെയ്തതിലും അങ്ങനെ കാറെടുത്ത് ഓടിക്കാൻ വിട്ടുകൊടുത്തതിലും ഒന്നും പറയുന്നതിൽ ഒരർത്ഥം എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ നമ്മൾ പേഴ്സണലി ഒരാളെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്നത് പോലെ തോന്നുന്നു. ഇതിപ്പോൾ ന്യൂസിൽ കയറിയിരുന്നങ്ങ് വിടുക, ചുമ്മാ വായ്ത്താളടിച്ച്. എൻ്റെ പൊന്നെണ്ണ കഷ്ടം, പരമനാർത്തനാണ് കാണിച്ചു കേട്ടുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരേണ്ട പുതിയൊരു വീഡിയോ ആയിട്ടാണ്.